NFO, നിങ്ങൾ തീർച്ചയായിട്ടും ഈ വേർഡ് പലയിടത്തു നിന്നും കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. NFO, പക്ഷെ അവരാരും ഇതിന്റെ ഫുൾ ഡെഫിനേഷൻ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. NFO എന്ന് വെച്ചാൽ ന്യൂ ഫണ്ട് ഓഫർ എന്ന് തന്നെയാണ്. ന്യൂ ഫണ്ട് ഓഫർ, ആക്ച്വലി ഫണ്ട് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഏതാണ്? മ്യൂച്വൽ ഫണ്ട്, പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്. ഈ ഷെയർ മാർക്കറ്റിൽ അതേമാതിരി ഇനിയൊരു വേർഡ് ഉണ്ട്, അതാണ് IPO എന്ന് കേട്ടിട്ടുണ്ടാവും. ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്നാണ് അതിന്റെ പേര്. അതായത് ഒരു പുതിയ കമ്പനി ഷെയർ മാർക്കറ്റിൽ പുതുതായിട്ട് വരുന്ന ഒരു പ്രക്രിയ പ്രോസസ്സിനെയാണ് IPO എന്ന് പറയുന്നത്. ചുരുക്കി പറയുന്നു, ഒത്തിരി കാര്യങ്ങളുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പിന്നെ പഠിക്കാം. സോ അതേമാതിരി NFO എന്ന് പറയുന്നത് പുതുതായിട്ടൊരു മ്യൂച്വൽ ഫണ്ട് ഓഫർ വരാണ്, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെയാണ് NFO എന്ന് പറയുന്നത്. അതിന് ഒരു കാലാവധി ടൈം പീരീഡ് ഉണ്ടായിരിക്കും. അതിനുശേഷം പിന്നെ അവൈലബിൾ ആയിരിക്കും. അതൊന്നും ഉടനെ അവസാനിച്ച് പോകുന്നതായിരിക്കത്തില്ല. ചിലത് ക്ലോസ്ഡ് ഫണ്ട് ആയിരിക്കും, ചിലത് ഓപ്പൺ ഫണ്ട് ആയിരിക്കും. ക്ലോസ്ഡ് ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രമേ ആ ഫണ്ട് അവൈലബിൾ ആകത്തുള്ളൂ. സോ അതുകൊണ്ടാണ് അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ എന്നുള്ള കാര്യം. അപ്പൊ അതിന് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ഫണ്ടാണ് Zerodha. Investments in the securities market are subject to market risk. Read all the related documents carefully before investing.